ഞങ്ങൾ നടത്തേണ്ട പ്രതികരണം കുറെ കൂടെ കർശനമാകേണ്ടതായിരുന്നു എന്ന വിമർശനം ഞങ്ങൾക്കുള്ളൂ. ഞങ്ങളെക്കുറിച്ച് എന്തെല്ലാം നുണകളാണ്, അപവാദങ്ങളാണ് ഈ പിണറായി വിജയനെക്കുറിച്ചും ആ ഭരണകാലത്തെക്കുറിച്ചും നമ്മൾ കേട്ടത്. ഭരണത്തിലാകുമ്പോൾ രണ്ടെണ്ണം പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളോടും ഞാനത് തെളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. കെ അൽകുമാർ, ഈ വെള്ളാപ്പള്ളി നടേശൻ പച്ചവർഗീയതയും പരമത ഉദ്ദേശമാണ് പറയുന്നതെന്ന് എല്ലാ നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലായതാണ്. കേരളത്തിലെ ഒരു ജില്ലയിൽ ആർക്കാണ്ട് ശ്വാസം മുട്ടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സംസ്ഥാനത്തെ ഒരു ജില്ലയിൽ അങ്ങനെ ശ്വാസം മുട്ടലില്ലെന്നും അങ്ങനെ പറയുന്നത് അസംബന്ധമാണെന്നും നേരത്തെ അന്ന് പിണറായി വിജയൻ പറഞ്ഞതുപോലെ കേരളത്തുകാരുടെ വർഗീയത വറക്കരുതെന്നും എന്നും പറയേണ്ട മുഖ്യമന്ത്രി തൊട്ടുപറ്റിയതാൾ അവിടെ പോയി വെള്ളാപ്പള്ളിയെ പൊന്നാടിയടിച്ച് ആദരിച്ചു. ഏതോ പരിപാടി. അന്നാണ് ഈ കുമാരനാശ താരതമ്യമൊക്കെ ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രി മാത്രമല്ല മന്ത്രിമാരടക്കം. പിന്നെയും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ട് വന്നോണം ഈ മുസ്ലിം ക്രൈസ്തവ വിരുദ്ധ വിദ്വേഷ വർത്താനം തുടർന്നു. വെള്ളാപ്പള്ളി ജനത്തിനത് വെറുത്തു എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി പറഞ്ഞതും വെറുത്തു, വെള്ളാപ്പള്ളി കിട്ടുന്ന ആ തണലും വെറുത്തു. ജനം വോട്ട് ചെയ്തു. അത് ജനത്തിൻ്റെ തെറ്റിദ്ധാരണയല്ല, അത് CPM-ന് പറ്റിയ പിഴവാണ്. ശ്രീ കെ അനിൽകുമാർ, ഏതാണ് പിഴവ്? ഈ വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാതിരുന്നത് ഇതുവരെയും. അല്ല, അതെ, ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ള കാര്യം എന്താണ്? പി ജയരാജൻ പറഞ്ഞത് രണ്ട് വള്ളത്തിൽ കാലി വെക്കുന്ന കാര്യമല്ലേ. അപ്പം രമേശ് ചെന്നിത്തലയും ബിന്ദു കൃഷ്ണയും എം ലിജുവും പറയുന്നത് എന്താണ്? ഞങ്ങളുടെ വള്ളത്തിലും ആ കാലം ഉണ്ടായിരുന്നല്ലേ. നിങ്ങൾ ഈ വസ്തുതകളൊന്നും പുറത്തു വന്ന് കണ്ടില്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ വെള്ളാപ്പള്ളിയെ LDF-ൻ്റെ പ്രതീകമായി വലതുപക്ഷം ശക്തമായി അവതരിപ്പിച്ചു, മാധ്യമങ്ങൾ ശക്തമായി അവതരിപ്പിച്ചു. ആ ഘട്ടത്തിൽ ഞങ്ങൾ ഒരു തരത്തിലും ഇത്തരം വർഗീയ ശക്തികളോടൊപ്പം നിൽക്കുന്നവരല്ല എന്നതാണ് ഞങ്ങളുടെ ബോധ്യം. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അസ്വീകാര്യമായ പ്രസ്താവന തള്ളിക്കൊണ്ട് നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ അന്ന് പറഞ്ഞതിന് ആ ശക്തി പോരായിരുന്നു എന്നാണ് ഇപ്പോൾ ഞങ്ങൾ നടത്തിയ സ്വവിമർശനം. അതിനർത്ഥം വെള്ളാപ്പള്ളി നടേശൻ മാത്രമാണ് കേരളത്തിൽ ഈ വർഗീയതയുടെ ഈ പറയുന്ന പ്രചരണ പ്രവർത്തനങ്ങൾ ഇളക്കി വിട്ടത് എന്നാണോ? മതമാണ് പ്രശ്നം. 10 കൊല്ലം നഷ്ടപ്പെട്ടു പോയ അധികാരം പിടിച്ച് ഞങ്ങളുടെ സമുദായത്തിന് കൊടുക്കാനല്ലെങ്കിൽ ഈ പണിക്കെന്തിനാ ഇറങ്ങണത്? ഇത് സ്വർഗത്തിലേക്കുള്ള നേരിട്ടുള്ള കോണിയാണെന്ന് ആരാ പ്രസംഗിച്ചത്? നിങ്ങളാരും കേട്ടിട്ടില്ലേ? ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ തെരഞ്ഞെടുപ്പിനൊരു ബന്ധമില്ലേ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്താ വർഗീയ പ്രസ്താവനയാണ് നടത്തിയത്? SIR നടപ്പാക്കുന്ന പിണറായി വിജയൻ മോദിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞവരല്ലേ ലീഗ്. അപ്പം ഏകപക്ഷീയമല്ല. അതിൻ്റെ ഒരു ഭാഗത്ത് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയോട് ഞങ്ങൾ നടത്തേണ്ട പ്രതികരണം കുറെ കൂടെ കർശനമാകേണ്ടതായിരുന്നു എന്ന വിമർശനം ഞങ്ങൾക്കുള്ളൂ. ഞങ്ങളെക്കുറിച്ച് അതിനർത്ഥം ബാക്കിയുള്ളവരെല്ലാം നടത്തിയ നിറഞ്ഞാട്ടമുണ്ടല്ലോ, വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാനുള്ള 10 കൊല്ലത്തെ ശ്രമം, അത് തടഞ്ഞ ഒരു ഗവൺമെൻറ്റിൻ്റെ അഭിമാനം ഞങ്ങൾക്കുണ്ട്. ഇവിടെ നിന്ന് BJP-യുടെ നേതാവ് പറഞ്ഞല്ലോ, എന്താ ഞങ്ങൾക്ക് അധികാരഭ്രാന്തോ? അവരുടെ ഒരു മേജർ രവി എന്ന് പറഞ്ഞ ഒരാൾ മേജർ നുണ പറഞ്ഞല്ലോ ഇന്ന്. 560 പോലീസുകാരുടെ അകമ്പടിയോടുകൂടി 56 വണ്ടിയായിട്ട് ഇന്നസെൻ്റ് മരിച്ചെടുത്ത് ഓടി വരുന്നൊരു പിണറായി വിജയനെ കുറിച്ച്. ഇത്ര നാൾ ഹെലികോപ്റ്റർ പിണറായി വിജയൻ്റെ ക്ലിഫ് ഹൗസിൻ്റെ മുകളിൽ ലാൻഡ് ചെയ്യുമെന്ന് പറയുന്ന കോൺഗ്രസ്സുകാർ ഇപ്പം എന്താ പറയണത്? അത് പോലീസിൻ്റെതാണ്, ഞങ്ങളുടെ സതീശനത് വേണം. എന്തെല്ലാം നുണകളാണ്, അപവാദങ്ങളാണ് ഈ പിണറായി വിജയനെക്കുറിച്ചും ആ ഭരണകാലത്തെക്കുറിച്ചും നമ്മൾ കേട്ടത്. നമ്മൾ എന്തെല്ലാം കേട്ടു, ഇതെല്ലാം ആളുകൾക്ക് മനസ്സിലായിട്ടില്ലേ? അപ്പം ഞങ്ങളെക്കുറിച്ച് ഉണ്ടാക്കുന്ന ആഖ്യാനങ്ങൾ, നുണകൾ, ഈ നുണകളുടെയൊക്കെ മേലാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. അത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പിഴവല്ല. കൂടെ പൊളിയും. സംശയം എന്താണ്? അല്ല, ഞാൻ ചോദിക്കട്ടെ, 7 ലക്ഷം പേർക്ക് ഞങ്ങൾ പട്ടയം കൊടുത്തു. ആ പട്ടയത്തിലൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. എന്താ വ്യവസ്ഥ? ആ പട്ടയത്തിലെ വ്യവസ്ഥ എന്ന് പറയുന്നത് 9(2) എന്ന് പറഞ്ഞൊരു വകുപ്പ് പ്രകാരം ഉപാധികളുള്ള പട്ടയമാണ്. VD സതീശൻ പറഞ്ഞു ഉപാധി മാറ്റി കൊടുക്കാം. 7 ലക്ഷം പേർക്ക് പട്ടയം കൊടുത്ത ഞങ്ങൾക്ക് വോട്ടില്ല, ഉപാധി മാറ്റാവുന്നത് സതീശൻ വോട്ട്. ദീപിക മുഖപ്രസംഗം എഴുതിയ കണ്ടില്ലേ? തെറ്റിദ്ധരിക്കപ്പെട്ടില്ലയോ? 10 മിനിറ്റ് കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കാവുന്ന വാക്ക് നൽകി ഞങ്ങളെ വഞ്ചിച്ചു സതീശൻ എന്ന് ദീപിക മുഖപ്രസംഗം എഴുതിയില്ലേ? വായിച്ചിട്ടില്ലേ? എന്തെല്ലാം കളവായിരുന്നു. എല്ലാവർക്കും KSRTC-യിൽ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ അവസ്ഥ? മലപ്പുറത്ത് ഒറ്റയാൾക്ക് പോകാൻ പറ്റില്ല, അവിടെ ഓർഡിനറി ഇല്ല. വടക്കേ മലബാറിൽ ഓർഡിനറി തീരെ ഇല്ല. എല്ലാവരും അമ്പലത്തിൽ പോകാൻ പോകുന്നത് ഇവരുടെ ബസ്സിലാണോ വനിതകളെല്ലാം പോകാൻ പോണത്? പിന്നെ എന്ത് ഗ്യാരണ്ടി ഇവർ നടപ്പാക്കാൻ പോണത്? അല്ല, അവരോട് കർശനമായി ചോദിക്കണം. ഞാൻ പറയുന്നത് ഈ പറയുന്ന ബസ്സിൽ ഈ പറയുന്ന അവരുടെ വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയാൽ അവരോട് കർശനമായി ചോദിക്കണം. അതിൽ തർക്കമല്ല. പക്ഷേ
102 സീറ്റ് എന്ന് ആര് പറയുന്ന ചോദിക്കണം? LDF അതിന്റെ ചരിത്രത്തിൽ അവരെ നേരില്ലാത്ത അധികാരത്തിൽ കനത്ത മാറ്റാൻ പരാജയത്തിൽ അവരെ അധികാരത്തിൽ മൊത്തം മാറ്റാൻ കുറ്റം വകുപ്പുണ്ടോ? അല്ല എത്ര കുറ്റം വോട്ട് മുഴുവൻ കിട്ടി? അല്ല കേൾക്കുക അല്ല, കുറ്റം മുഴുവൻ അല്ല, ജനങ്ങളുടെ ഹാഷ്മിനോട് മണ്ടയിൽ ഒറ്റ വെക്കുക എന്ന് ചോദ്യം. പറഞ്ഞാൽ ഒറ്റ ചോദ്യം. നിങ്ങൾ ആ പരാജയത്തിൽ നിന്ന് ഒറ്റ പാഠം ചോദ്യം. ഉൾക്കൊള്ളുകയാണോ ഹാഷ്മി. പിന്നെയും ആ പരാജയ കുഴിയിൽ കിടന്ന് ഹാഷ്മി. കൈകാലിട്ടടിക്കുകയാണോ ശ്രീ കേൾകുമാർ? ജനത്തെ പഴിക്കാവോ? ജനത്തെയാണോ പഴിക്കേണ്ടത്? അല്ലല്ല, അത് നിങ്ങൾ ഹാഷ്മിക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് 10 കൊല്ലം ഞങ്ങൾ അധികാരത്തിൽ ഇരുന്നത് 2 തവണ ജനങ്ങൾ ജയിപ്പിച്ചുകൊണ്ടാണ്. ആ ജനങ്ങളോട് വളരെ വിനീതമായി കേരളത്തിന് വേണ്ടി അന്തസ്സായി പണിയെടുത്തിട്ടുണ്ട്. 57 ഞങ്ങളെ കൊണ്ടുവന്നു, ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നു, വിദ്യാഭ്യാസ നിയമം കൊണ്ടുവന്നു, രാജ്യത്ത് ഏറ്റവും ഉയർന്ന കൂലി ഇപ്പോഴും കേരളത്തിൽ കിട്ടുന്നു. ഞങ്ങളുടെ കഴിവാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്നെ കൈകാലിട്ടടിക്കുന്നു. ആ പ്രയോഗമൊന്നും വേണ്ട, ഒരു കൈകാലിട്ടടിയിലില്ല. ഞങ്ങൾ തെരുവിൽ നിൽക്കുമ്പോഴാണ് ബലം കൂടുന്നത് കേട്ടോ. ഇപ്പം ഞങ്ങൾ തെരുവിലാണ്, ഞങ്ങൾ പ്രതിപക്ഷത്താണ്, ഞങ്ങൾക്ക് ഇച്ചിരി ബലം കൂടും. അതുകൊണ്ട് വല്ലാണ്ട് തല കുനിക്കത്തില്ല. അത് അഹങ്കാരം കൊണ്ടല്ല. ഭരണത്തിലാകുമ്പോൾ 2 എണ്ണം പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളോടും ഞാനത് തെളിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ എന്തെല്ലാം നുണകൾ കേട്ടവരാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു മുഖ്യമന്ത്രി മന്ത്രിമാരോട് പോകുന്നു, ഒരു വണ്ടിക്കെതിരെ അവർ സഞ്ചരിച്ച വണ്ടിക്കെതിരെ ചെരുപ്പെറിഞ്ഞു. ആ ചെരുപ്പെറിഞ്ഞ് ന്യായമായ കാര്യമാണോ? ഏതെങ്കിലും ഒരു മാധ്യമം മുഖ്യമന്ത്രി മന്ത്രിമാർ സഞ്ചരിക്കുന്ന വണ്ടിക്കെതിരെ ചെരുപ്പെറിഞ്ഞതിന് മുഖപ്രസംഗം എഴുതിയോ? എങ്ങനെയാണ് ചെരുപ്പെറിയുന്നത് ഒരു വീഡിയോ കിട്ടിയത്? ഒരു സ്ത്രീ അവരുടെ അടിവസ്ത്രം, കറുത്ത അടിവസ്ത്രം ഊരി മുഖ്യമന്ത്രിയെ കാണിക്കുന്നു ആ യാത്ര പോകുന്ന ഘട്ടത്തിൽ. 2000 രൂപ പെൻഷൻ കൊടുത്ത 62 ലക്ഷം പേർക്ക് കൊടുത്ത ഒരു മുഖ്യമന്ത്രിയാണ് ഈ കറുത്ത അടിവസ്ത്രം ഊരി കാണിക്കുന്നത്. അത് മാധ്യമങ്ങൾ പ്രദർശിപ്പിക്കുന്നു. ഇത് നിർമ്മിക്കപ്പെട്ടതാണ് ഈ ജനവിധി. ഞങ്ങൾക്കെതിരായി ഉണ്ടാക്കിയ വെറുപ്പ് നിർമ്മിക്കപ്പെട്ടതാണ്. ആ നിർമ്മിക്കപ്പെട്ട വെറുപ്പ് ഇപ്പം മാറും. കാരണം ആളുകളുടെ ജീവിതാനുഭവം വന്നില്ലേ? ജീവിതാനുഭവം വരുമ്പോൾ വെറുപ്പ് മാറും. അതുകൊണ്ട് ഞങ്ങൾ കൈകാലിട്ടടിക്കുകയല്ല. 10 കൊല്ലം ഞങ്ങളെ ഏൽപ്പിച്ചു, ഞങ്ങൾ നന്നായി ഭരിച്ചു. ഇനി ഞങ്ങൾ പ്രതിപക്ഷത്താണ്. ഇവരെ പൊതുമേഖല വിൽക്കാൻ വരികയാണ്. നമുക്ക് കാണാം. കിബി ഇല്ലാതാക്കിയിട്ട് കേരളം എങ്ങനെ വികസിപ്പിക്കും നമുക്ക് കണ്ടേക്കാം. കേന്ദ്ര സർക്കാരിനെതിരെ മിണ്ടാതെ അയ്യോ ഇവിടെ പറഞ്ഞല്ലോ. എന്താ ഞങ്ങളുടെ ജിൻഡോ ജോൺ ആരാണ് മന്ത്രി? ജിൻഡോ അല്ലല്ലോ, മന്ത്രിയുടെ പേര് മറന്നു. മന്ത്രിയുടെ പേര് ഏതാ? റോജി എം ജോൺ. റോജി എം ജോൺ എന്താണ് മഹാത്മാഗാന്ധി സർവകലാശാലയിൽ സെനറ്റിൽ യോഗം മാറ്റിവെപ്പിച്ചത് ഈ മന്ത്രിയല്ലേ? എന്തിനാണ് മാറ്റിവെപ്പിച്ചത്? സെനറ്റ് യോഗം ചേർന്ന് VC-യുടെ നോമിനിയെ തീരുമാനിക്കാതിരിക്കുമ്പോൾ യോഗം മാറ്റിവെപ്പിച്ചിട്ട് എന്താ ചെയ്തത്? ആ താൽക്കാലിക VC-യുടെ പേര് കൊടുത്തോ ഈ മനുഷ്യൻ? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഗവർണർക്ക് താൽക്കാലിക VC-യുടെ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം എഴുതി കൊടുത്തോ? കോട്ടയത്ത് മഹാത്മാഗാന്ധിയുടെ പേരുള്ള സർവകലാശാലയിലെ 19 പേര് RSSകാരെ തിരികെ കയറ്റി സെനറ്റിൽ. എന്നിട്ട് പറയുകയാണ്, വെമൂലയുടെ പേര് പറയുകയാണ്. എന്ത് തൊലിക്കട്ടിയല്ലേ? ഇതെന്ത് തൊലിക്കട്ടിയാണ്? ഡോക്ടറേറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല. കുറഞ്ഞ പക്ഷം RSSനെ എതിർക്കാനുള്ള തൻ്റെ ഇടം വേണം. ഈ 10 കൊല്ലവും ഈ സെനറ്റിനകത്ത് ഞങ്ങൾ RSSനെ കയറ്റിയില്ല. ഞങ്ങൾ കയറ്റിയില്ല. ഇപ്പം കയറ്റിയിരിക്കുന്നു. നിങ്ങൾക്ക് അധികാരം കിട്ടി, RSSകാരകത്ത് കയറി. അതിന് കാരണം എന്താണ്? 30 സീറ്റ് ഞങ്ങളെ തോപ്പിക്കാൻ ക്രോസ് വോട്ട് ചെയ്ത 30 സീറ്റിൻ്റെ പ്രതിഫലമാണ് മഹാത്മാഗാന്ധിയുടെ തല വെട്ടിയിട്ട് ഈ 19 പേരെ കയറ്റിയിരിക്കുന്നത്. അത് മനസ്സിലാക്കണം. ഗാന്ധിയുടെ തല വെട്ടിയവർക്ക് കൊടുത്തിരിക്കുകയാണ് 19 എണ്ണം. എന്നിട്ട് പറയുകയാണ് ഞങ്ങളുടെ വെമൂലയുടെ നേരിട്ടിറങ്ങി വന്ന ആളാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. കുറഞ്ഞ പക്ഷം പ്രതിഷേധിക്കട്ടെ, നട്ടല്ലുണ്ട് പ്രതിഷേധിക്കണ്ടേ? ചാൻസലർ കാണിച്ച് തെറ്റ് എന്നൊരു വാചകം സതീശൻ പറയുകയാണ് കാണാം. ചാൻസലർ കാണിച്ച് തെറ്റാണെന്നും ആ സർവകലാശാല നോമിനേഷൻ പിൻവലിക്കണമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കണ്ടാൽ പുളിക്കും. പറയത്തില്ല. കാരണം എന്താണെന്നറിയോ? അതാണ് ഉടമ്പടി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് RSSന് കൊടുത്തു, മറ്റത് ലീഗിന് കൊടുത്തു. ഇതാണ് ഉടമ്പടി. ഈ ഉടമ്പടി ഞങ്ങൾ പൊളിച്ചു കാണിക്കും. ഓക്കെ, ശരി. ഞാൻ വേറെ മറുപടി കേൾക്കാം. കേൾക്കുമാരുടെ ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളിയെ പോയി കണ്ടു. വേറൊരു പരിപാടിയിലാണെങ്കിൽ കൂടിയും തുഷാർ വെള്ളാപ്പള്ളി ചെന്നിത്തല കാണുന്നുണ്ട്. നമ്മുടെ കൂടെ ഇരിക്കുന്ന അനൂപടക്കം കഠിനമായ ഭാഷയിൽ വിമർശിച്ചു. അനൂപൊക്കെ എന്താണ് ഒരു CPM കേഡർ വിമർശിക്കുന്നത് പോലെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. അനൂപ് മാത്രമല്ല, അവരുടെ സൈബർ മേഖല മാത്രമല്ല, പല നേതാക്കൾ വിമർശനം ഉന്നയിച്ചു. വെള്ളാപ്പള്ളിയോടുള്ള ചേർത്തുപിടിക്കൽ പരമാവധി ഉണ്ടാക്കാൻ കഴിയുന്ന ഡാമേജിൻ്റെ അങ്ങേയറ്റം പോയപ്പോഴും ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരു അഡ്വക്കേറ്റ് കെ അനിൽകുമാർ അന്ന് അവിടെ ഉണ്ടായില്ല. അതിൻ്റെ കൂടി പരിണിത ഫലമാണ് ഞാൻ പറയുന്നത്. അത് തിരുത്താൻ ഈ പരാജയം സഹായിക്കുമെങ്കിൽ പരാജയവും നല്ലതാണ്. ശ്രീ കെ അനിൽകുമാർ. അല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഏതെങ്കിലും ഒരു കാര്യമാണ് പരാജയത്തിലേക്ക് എത്തിക്കുന്നത് എന്നൊരു തെറ്റിദ്ധാരണ ഞങ്ങൾക്കില്ല. ഈ ചർച്ചയിൽ ഒരു വാക്ക് പറഞ്ഞു, എന്താ ബ്ലഡി ഫെറൂസ്. നമ്മൾ ഈ ചാനൽ ചർച്ച വരുന്നവർ അത്തരം വാക്കുകളൊന്നും പ്രയോഗിക്കാൻ പാടില്ല.
ജനങ്ങളെല്ലാം ബ്ലഡി ഫെലോസാന്ന് ഞാൻ പറഞ്ഞു. ഞാനങ്ങനെ പറയൂ? അതേസമയം 10 മിനിറ്റ് കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കാം എന്ന് ഒരു ബ്ലഡി ഫെലോ പറഞ്ഞു. നാട്ടുകാരത് വിശ്വസിച്ചു എന്ന് പറഞ്ഞാലോ? അപ്പൊ കാര്യം മൊത്തമായി. അതെ അതെ, ആ വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ലല്ല, ഞാൻ വിടുകയല്ല. നമ്മൾ അനൂപിനോടും ഞാൻ പറയുകയാണ്, ഞാൻ ദയവായിട്ട് പറയുകയാണ്, ഞങ്ങൾ പ്രതിപക്ഷത്താണ്. ഒരാളുടെ ആട്ടും തുപ്പും കേൾക്കാൻ സൗകര്യപ്പെടുകയില്ല എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. 10 കൊല്ലം ഞങ്ങൾ ഡിഫൻസിലാണ്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് കൊടുത്താലും നമ്മുടെ നാട്ടിനകത്ത് അതും ഇതും പറയുമല്ലോ. ആന ഇറങ്ങിയ ഉടനെ പിണറായി വിജയൻ ഉത്തരം പറയണം. ഇപ്പം ആന മാറിയത്, മന്ത്രി മാറിയത് ആന അറിഞ്ഞില്ല എന്ന് നിങ്ങൾക്ക് പറയാം. ധിക്കാരമാണ് നിങ്ങളുടെ കയ്യിൽ, അഹങ്കാരമാണ് നിങ്ങളുടെ കയ്യിൽ. കുറച്ച് വോട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒളിച്ചു പോകണോ? ഞങ്ങൾ ഈ 10 കൊല്ലം ഈ നാട്ടിൽ നിന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ തെറ്റാണോ? ഞങ്ങളുണ്ടാക്കിയ വഴിയൊക്കെ ഒലിച്ചു പോയോ? ഞങ്ങളുണ്ടാക്കിയ 5 ലക്ഷം വീട് ഒലിച്ചു പോയോ? ഞങ്ങൾ ഈ ഉണ്ടാക്കിയ നന്മകൾ ഒലിച്ചു പോയോ? പിന്നീട് പറഞ്ഞു കേട്ടല്ലോ അഴിമതിയോ? ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഇന്നല്ല എന്നും പറയാം. ഈ ഗവൺമെൻറ്റിലെ 2 ഗവൺമെൻറ്റിലെ ഒരു മന്ത്രിക്കെതിരെ ഒരു അഴിമതി ആരോപണം ഇല്ല. പിന്നെ BJPയുടെ പ്രകൃതി പറഞ്ഞല്ലോ, എന്താ നിങ്ങൾ ഇന്ത്യ മുഴുവൻ പിടിച്ചിരിക്കുകയാണ്. ആ CBSE പിള്ളേരുടെ ഉത്തരക്കടലാസ് എങ്ങനെയാണ് നോക്കണത് കണ്ടിട്ടുണ്ടോ? CBSE പിള്ളേരുടെ ഉത്തരക്കടലാസ് എത്ര വ്യാജമായിട്ടാണ് നിങ്ങൾ കൈകാര്യം ചെയ്തത്? നിങ്ങൾ ഇന്ത്യ മുഴുവൻ ജയിച്ചോ? പിന്നെ 22 ലക്ഷം കുട്ടികൾ എഴുതിയ ആ നീറ്റ് പരീക്ഷ ചോദ്യക്കടലാസ് വിറ്റ് തിന്നവരല്ലേ BJPക്കാരൻ? കുഞ്ഞുങ്ങളുടെ ചോദ്യക്കടലാസ് വിറ്റ് തിന്നവർ 18, 19 വയസ്സുള്ള 3 പിള്ളേരാണ് ഈ BJP എന്ന് പറയുന്ന, RSS എന്ന് പറയുന്ന ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കച്ചവടം. ഇന്ത്യ മുഴുവൻ ഈ പിള്ളേരുടെ ബാഗ് വെച്ച് നടത്തിയ കച്ചവടം. എന്നിട്ട് കച്ചവടം നടത്തിയിട്ട് കയ്യിൽ ചരട് കെട്ടി ഹിന്ദുത്വം എന്ന് പറഞ്ഞ വർഗീയ കലാപം ഉണ്ടാക്കിയാൽ മതിയാ. ബംഗാളിൽ ഇപ്പോൾ പറഞ്ഞല്ലോ, എന്താണ്, പശുവിൻ്റെ കച്ചവടം വേണ്ട. അവിടെ ഉള്ള ആളുകൾ പശുവിൻ്റെ കച്ചവടം നിർത്തി പാർക്ക് പോയി. പശുവിനെ വളർത്തി വിൽക്കാൻ വന്ന ഹിന്ദുക്കളായ കർഷകർക്ക് ബംഗാളിൽ ഇപ്പോൾ ആ പശുവിന് വിലയില്ല. പൂട്ടിയോ? നിങ്ങൾ ഹിന്ദുക്കളായ കർഷകരുടെ കഞ്ഞിക്കുടി മുട്ടിച്ചോ? ഇതാ BJP. അതുകൊണ്ട് BJPക്കാരെ നെകളിക്കണ്ട. പാറ്റാന്ന് കേട്ടപ്പോൾ പേടിച്ച മോദിയാണ് ഇവിടെ. മനസ്സിലാക്കിക്കോണം, ഇന്ത്യ രാജ്യത്തെ ലോകം മുഴുവൻ കീഴടക്കിയിട്ട് ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്തെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ഇത്രേ ഉള്ളൂ BJP. അതുകൊണ്ട് ഞങ്ങൾ ഇന്ത്യ മുന്നണി പോയി നിൽക്കുന്നതേ കോൺഗ്രസിലൂടെ മോക്ഷം കിട്ടുമെന്ന് കരുതിയിട്ടല്ല. BJPക്കെതിരെ പൊതു പ്ലാറ്റ്ഫോം ഉണ്ടാകും, പൊളിക്കും ഞങ്ങൾ. ഇനി BJP ഇന്ത്യ ഭരിക്കാൻ സമ്മതിക്കത്തില്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാകുമോ? മോദി പോയി നിൽക്കുന്ന കണ്ടല്ലോ ചൈനയിൽ, ചെങ്കൊടിയുടെ താഴെ കണ്ടിട്ടില്ലേ? ആ ചെങ്കൊടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടിയാണേ. ആ ചെങ്കൊടിക്കും താഴ്ചയുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ ആളുകളെ കൊന്ന് 40,000 പേരായിട്ട് അവശേഷിച്ചു 10 ലക്ഷം പാർട്ടി മെമ്പർമാർ ചൈനയിൽ. അവിടുന്നാണ് പിന്നെ ലോങ് മാർച്ച് നടത്തി ഞങ്ങൾ പിടിച്ചു വന്നത്. ഇപ്പോൾ ബംഗാളിൽ ഞങ്ങൾ തെരുവിലുണ്ട്, തല്ലുകൊണ്ട് വഴിയിലുണ്ട്. മമതാ ബാനർജിയെ കൊണ്ട് നിങ്ങൾ പോയല്ലോ, അവരുടെ പാർട്ടിയും പടർത്തിക്കൊണ്ട് നിങ്ങൾ പോയല്ലോ. ഞങ്ങൾ വഴിയിലുണ്ട്. വഴിയിലുള്ള ഞങ്ങളാ ശക്തര്, ഭരണഭാരമൊന്നുമില്ല. അവിടെ നല്ല നിലയ്ക്ക് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളുടെ ഉള്ളിൽ പറയും. തെറ്റ് ഞങ്ങളുടെ ഉള്ളിൽ പറയുന്നത് ഞങ്ങളാകെ തെറ്റുകാരായില്ല, ഈ ശരികളുടെ നടുവിലാണ് ഈ തെറ്റുകൾ. അതുകൊണ്ട് ഇന്നത്തെ കേരളത്തെ നിർമ്മിച്ച ഞങ്ങൾ ഈ കേരളത്തിൻ്റെ രാജവീതികളാക്കിയവരാണ്, വീടുകളാക്കിയവരാണ്, ജനതയാക്കിയവരാണ്. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും അഭിമാനമുള്ളൊരു ജനതയെ വാർത്തവരാണ് ഈ ചെങ്കൊടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. ഞങ്ങൾക്കുള്ള കുറവുകൾ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അത് മനസ്സിലാക്കി തിരുത്തി നാട്ടുകാരുടെ മുന്നിൽ നിൽക്കും. കൊടിയായിട്ട് സമരമായിട്ട് വഴിയിലിറങ്ങും. വഴിയിൽ ഇറങ്ങിക്കഴിഞ്ഞു നമുക്ക് കാണാം.